ഹായ്. ടിക്ടോക്ക് കാലം മുതൽ ട്രെൻഡിങ് ആയ ഒരു താരാണ് ഹെലൻ ഓഫ് സ്പാർട്ട. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഷോർട്സിലൂടെയൊക്കെ വൈറലായ ഒരു താരമാണ്. ഞാൻ അങ്ങനെ അധികമായിട്ട് റീൽസും അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. ആളുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ രസമാണ്, എനിക്കിഷ്ടവുമാണ് കാണാൻ. അപ്പോൾ സംസാരമൊക്കെ നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ധന്യ മദ്യപിച്ച് വാഹനം ഓടിച്ചു, അതിൽ കേസായി എന്തായി ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു. ആളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മദ്യപിച്ചിരുന്നു എന്ന രീതിക്ക് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ്, തുറന്നു പറയാൻ കാണിച്ചൊരു മനസ്സ് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചാരും വന്ന് ഞാൻ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് അധികം പറയാറില്ല. പക്ഷെ അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇപ്പോൾ മദ്യപിക്കാറുണ്ട്. പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമാണ് മദ്യപിച്ചിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആണായാലും പെണ്ണായാലും അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെ ഒന്നുമില്ല. ആണും പെണ്ണും ഒക്കെയും മദ്യപിക്കാറുണ്ട്, ഒരു ബിയറൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് തെറ്റ് തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. ആ കുട്ടിയും പറയുന്നുണ്ട് അത് തെറ്റ് തന്നെയാണെന്ന്. അപ്പോൾ ഇന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ആളുടെ ലൈസൻസ് റദ്ദാക്കി. അപ്പോൾ ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശീലനത്തിനൊക്കെ പോകണം. അപ്പോൾ അതിനുശേഷമാണ് ഇനി ലൈസൻസ് ഒക്കെ കൊടുക്കുകയുള്ളൂ എന്ന്. നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. കാരണം കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. കാരണം മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച് ആരുടെയെങ്കിലും ജീവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. കുറച്ചു നാൾ മുൻപായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മറ്റേ ഉപ്പുമുളകിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, മുമ്പ് മഴവിൽ മനോരമയിൽ ഏതൊരു പ്രോഗ്രാമിൽ തട്ടിമുട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോൾ അവൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ ഇടിച്ചു. അവനെ പെടുത്തിയ ദൃശ്യങ്ങളൊക്കെയും നമ്മളൊക്കെയും കണ്ടതാണ്. കാരണം അവനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഒക്കെ. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മൾ ഓക്കെയാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിയിൽ ഓടിക്കും, വാഹനം ഓടിക്കും, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചാലും നമ്മളെ കയ്യിൽ നിന്ന് അത് നിൽക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കൈയിട്ടും കാലിട്ടും അടിച്ചിട്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ദയവ് ചെയ്ത് മദ്യപിച്ച് ഇതുപോലെ വാഹനം ഓടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസുകൾ ലെവലിൽ നിൽക്കുന്നവർ, നിങ്ങളൊക്കെയും സെലിബ്രിറ്റീസാണ്. കാരണം നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സൊന്നും നിങ്ങളെ സെലിബ്രിറ്റീസുകളൊന്നും കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ. പക്ഷേ എനിക്കങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാനായിട്ട് എനിക്ക് അധികമായിട്ട് ഒരുപാട് പേരെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറയാറുമില്ല. ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലവർ അവരുടെ ജോലി ചെയ്യുന്നു, അവരതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നു, അവർ ജീവിക്കുന്നു. നല്ല കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും. അങ്ങനെ തന്നെയാണ്. കാരണം വളരെ കുറച്ച് പേരെ മാത്രമേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഞാനടക്കം കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. അപ്പോൾ അവരെ ഒന്നും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം, അതൊക്കെ നല്ലത് തന്നെയാണ്. ഒരു യൂട്യൂബറാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അപ്പോൾ യൂട്യൂബറാണ്, അവരുടെ കാര്യങ്ങളും രീതികളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ചാനലുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നവരാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെ കണ്ട് അല്ലെങ്കിൽ അവരിത് ചെയ്തല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരുള്ളത്. അവർ ബിയറടിച്ചു, വാഹനം ഓടിച്ചു, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ കണ്ടും ഇവരെ കണ്ടും അവർ ചെയ്യുന്നത് എന്തും ഇവർ ചെയ്യുന്നത് എന്ത് അത് കണ്ട് നമ്മൾ പഠിക്കാൻ നിൽക്കരുത്. അത് കണ്ട് നമ്മൾ കോപ്പി അടിക്കാനായിട്ട് നിൽക്കരുത്. നമുക്ക് എന്താണോ നല്ലത്, നമുക്ക് എന്താണോ ശരി, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുക. അത് മറ്റുള്ളവർ കുറ്റം പറയാതെ, നമ്മളെ കുറവ് പറയാതെ, മറ്റുള്ളവരും നമ്മളെ മോശം പറയാത്തൊരു രീതിയിൽ നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അത് നമ്മുടെ ഇഷ്ടം, മറ്റുള്ളവരെ ഇഷ്ടം നോക്കി ജീവിക്കണമെന്നല്ല ഞാൻ പറയും. നമ്മുടെ ഇഷ്ടം നോക്കി തന്നെയാണ് ജീവിക്കേണ്ടത്. അത് മറ്റുള്ളവർ കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും മദ്യപിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. ആണായാലും പെണ്ണായാലും മദ്യപിക്കാറുണ്ട്.
ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷന് വരുമ്പോഴത്തേക്കും അമ്മ, അച്ഛൻ, മക്കൾ അല്ലെങ്കിൽ അവർ ഫാമിലി മുഴുവനായിട്ട് അവരൊന്ന് അടിക്കാറുണ്ട്. കാരണം നമ്മൾ സിനിമകളിലടക്കം കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രമായിരിക്കും അധികമൊന്നും നമ്മളിങ്ങനെ കാണാത്തത്. നാട്ടിൻപുറങ്ങളിൽ പണ്ടൊക്കെ മദ്യപിച്ചിട്ട് ആൾക്കാർ റോഡിൽ കൂടെ ചീത്തയൊക്കെ വിളിച്ച് നടക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിലൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ താല്പര്യമുള്ളതുപോലെ അവരവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക. കാരണം ഈ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്താണ് വരാൻ പോകുക എന്നുള്ളത് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ കുട്ടി മദ്യപിച്ചിട്ട് വാഹനം കൊണ്ടുവന്ന് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. അപ്പോൾ പോലീസ് വന്നപ്പോൾ വാഹനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, നിർത്തിയില്ല. അതിനുശേഷമാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കും, അല്ലെങ്കിൽ അതൊരു വിഷയമാവും എന്നൊക്കെ കരുതിയാണ് ആ കുട്ടി നിർത്താതെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിർത്താതെ പോയത് തെറ്റ് തന്നെയാണ്. ഇനി ആ കുട്ടിക്ക് വേണ്ടത്ര കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ രീതിക്കും ഒരു നിയമലംഘനം നടത്തി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെയും കാര്യങ്ങളൊക്കെ എഴുതുക, അതാണ് ഒരു പരിശീലനം അവർ പറയുന്നത്. അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും ആ കുട്ടിക്ക് ആ ലൈസൻസ് കിട്ടുക. അപ്പോൾ ഒരുപാട് പേര് അതിനെ ട്രോളുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനെ മോശം പറയുന്നുണ്ട്. കാരണം കുട്ടി ഹെലന സ്പാർട്ട എന്ന് പറയുന്ന ആൾ ഒരുപാട് പേരെ ന്യായം പറയാനും അല്ലെങ്കിൽ കുറ്റം വിധിക്കാനായിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഓരോ വീഡിയോസ് അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാറുണ്ട്. എന്തിന് ഈ കുട്ടിക്ക് എന്താ വിവരമില്ലേ, ബോധമില്ലേ എന്നുള്ള തരത്തിലേക്ക് പറയാറുണ്ട്. പക്ഷേ ഒരു നിമിഷത്തെ തെറ്റ് ആർക്കും പറ്റിക്കൂടായില്ല. എല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും പറയുന്നതല്ല, പക്ഷേ തെറ്റുകൾ സംഭവിക്കാം. അത് ഏറ്റു പറയാൻ കാണിച്ചൊരു മനസ്സ് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ വരുത്താതിരിക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുക. ഓക്കെ.